ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 9. മരിച്ചാലും മറക്കരുതെന്ന് കരുതി ഹൃദയത്തിൻ്റെ സുന്ദരമായ അറയിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടി അവൻ പോലും അറിയാതെ കാത്തു സൂക്ഷിച്ച വല്യമ്മച്ചിമാരുടെ സുന്ദരമായ വാക്കുകൾ. അവനിൽ നിന്നും ആ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ ആരും അറിയാതെ മൂടിവെച്ച പ്രണയം മറനീക്കി പുറത്തേക്ക് വരാൻ വെമ്പുന്നതുപോലെ മീരയ്ക്ക് തോന്നി. ഇതാണോ പ്രണയം? എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാനാകുന്നില്ല. നിന്റെ സ്വരം കേൾക്കാതെ, നിന്നെ കാണാതെ കിച്ചുവിന് ജീവിക്കാനാകില്ല. കന്യാസ്ത്രീ മഠത്തിനല്ല, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എൻ്റേതാണ്, എൻ്റെ മാത്രം. അവൻ മീരയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് കണ്ണീരോടെ പറഞ്ഞു. കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ മീരയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. തിരിച്ചറിയാനാകാത്ത എന്തോ ഒന്ന് നെഞ്ചിൽ കെട്ടുന്നു. അവൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ മീരയ്ക്കാകുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വയറുവേദനയുടെ ആധിക്യ നിമിത്തം അവൾ ഇടയ്ക്കൊന്ന് ഞെളിപിരി കൊണ്ടു. ഡാ, നിനക്ക് നടക്കാൻ പറ്റുമോ? നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തി ആശുപത്രിയിൽ പോകാം. അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോയി ആരെയും വിളിച്ചുകൊണ്ടുവരാം. പെട്ടെന്ന് അവൻ മീരയുടെ അവസ്ഥ മനസ്സിലാക്കി ഉണർന്നു പ്രവർത്തിച്ചു. കിച്ചു, നീ പോകണ്ട. നീ പോയാൽ നിന്നെ കാണാതെ ഞാൻ മരിച്ചു പോയാലോ? എൻ്റെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി, ഞാൻ നടന്നോളാം. അത് പറയുമ്പോൾ ഇനി ഒരു നിമിഷമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അവൻ്റെ നെഞ്ചോട് ചേർന്നാകണമെന്ന് മീര ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ഈ ലോകത്തെ ഏതൊരു സൗഭാഗ്യത്തിലും വലുതാണ് തനിക്ക് കിച്ചുവെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു. നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി മമ്മിയെ വിളിച്ചിട്ട് വരാം. കട്ടിലിലേക്ക് മീരയെ ഇരുത്തിയിട്ട് അവൻ മമ്മിയെ വിളിക്കാനായി ഓടിപ്പോകുന്നത് മീര വേദനയോടെ നോക്കിയിരുന്നു. എന്തെന്നില്ലാത്ത മൂത്രശങ്ക, ബാത്റൂമിൽ പോകാൻ ഒരു തോന്നൽ. എങ്ങനെയൊക്കെയോ ബാത്റൂമിലേക്ക് നടന്നു. പക്ഷേ മൂത്രത്തോടൊപ്പം പോകുന്ന ചോരത്തുള്ളികൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ വാതിൽ തുറന്ന് അലറിക്കരഞ്ഞു. പെട്ടെന്ന് അവനോടൊപ്പം മമ്മിയും ഓടിയെത്തി. എന്നതാ കൊച്ചേ, നിനക്ക് എന്നാ പറ്റിയേ? മമ്മി പേടിയോടെ മീരയെ ചേർത്ത് പിടിച്ചു. അവൻ വെപ്രാളത്തിൽ വിളിച്ചുകൊണ്ട് വന്നത് അവൻ്റെ അമ്മ ദീനാമയായിരുന്നു. മമ്മി, ഞാൻ മരിക്കാൻ പോവാ. മമ്മിയെ കെട്ടിപ്പിടിച്ച് മീര പൊട്ടിക്കരഞ്ഞു. അവരെ കെട്ടിപ്പിടിച്ച് കിച്ചുവും കരയാൻ തുടങ്ങി. അവൻ്റെ മുഖം കാണും തോറും മീരയുടെ കരച്ചിലിൻ്റെ ശക്തിയും കൂടി. മമ്മി, ഞാൻ പോകുമ്പോൾ ഇവനെയും കൂടി കൊണ്ടുപോയിക്കോട്ടെ. എനിക്ക് ഇവനില്ലാതെ പറ്റില്ല. മീര കണ്ണു തുടച്ച് പെട്ടെന്ന് ചോദിച്ചു. അയ്യേ, എന്തൊക്കെയായി പറയുന്നേ? ഡാ കിച്ചു, നീ പോയി മേരിയമ്മയെ വിളിച്ചിട്ട് വന്നേ. ഞാൻ ഇവളോടൊന്ന് സംസാരിക്കട്ടെ. കിച്ചുവിനെ ആശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി ദീനാമ്മ മീരയെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. വാതിൽ കുറ്റിയിട്ട് മമ്മി മീരയുടെ അടുത്തേക്ക് വന്നു. മോൾ ഇവിടെ ഇരുന്നേ, മമ്മി ചോദിക്കട്ടെ. അനക്കം പറ്റിയിരുന്ന മീരയെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് മമ്മി പറഞ്ഞു. എന്നതാ കൊച്ചേ, എന്നതാ ഉണ്ടായത്? മമ്മിയുടെ ചോദ്യത്തിന് ഒരു പൊട്ടിക്കരച്ചിലോടെ മീര ആ മാറിലേക്ക് ചാരി. അവളുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ അവൾക്കെന്തോ സംഭവിച്ചു എന്നാണ് മമ്മി കരുതിയത്. അവരും കരയാൻ തുടങ്ങി. അതുകൂടി കണ്ടപ്പോൾ അവളുടെ മരണം അവളും ഉറപ്പിച്ചു. അയ്യേ, പെൺകുട്ടികൾ ഇങ്ങനെ കരയാമോ? എന്താണെങ്കിലും കാര്യം പറ, നമുക്ക് വഴിയുണ്ടാക്കാം. ആകുലതയോടെയുള്ള മമ്മിയുടെ ചോദ്യം മീരയെ വീണ്ടും പരിഭ്രമിപ്പിച്ചു. അപ്പോഴേക്കും അമ്മയെയും കൂട്ടി കിച്ചു എത്തി. അമ്മേ, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ പിള്ളേരെ വാങ്ങിക്കോ? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിച്ചു. മരിക്കുന്നതും പിള്ളേരെ വാങ്ങിക്കുന്നതുമൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ? മോള് കാര്യം പറ, എന്താ പ്രശ്നം? ഡാ, നീ പുറത്തേക്ക് പോയിക്കേ, ഞാനൊന്ന് ചോദിക്കട്ടെ. അവർ കിച്ചുവിനെ പുറത്താക്കി. അത് കണ്ടപ്പോൾ മീര കൂടുതൽ ശക്തിയോടെ കരയാൻ തുടങ്ങി. മോളെ, സത്യം പറ, അവൻ മോളെ എന്തെങ്കിലും ചെയ്തോ? അത് ചോദിക്കുമ്പോൾ മമ്മിയുടെ കണ്ണുകളിൽ പരിഭ്രമം നിറയുന്നത് മീര കണ്ടു. അവനോ? അവനൊന്നും ചെയ്തില്ല. കാര്യങ്ങൾ തുറന്നു പറയാനാകാതെ മീര കുഴങ്ങി. രണ്ടും കൂടെ വെറുതെ എന്തോ നാടകം കളിക്കുമോ ദീനാമേ? നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, ഞാൻ പോവാ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അമ്മ കലിപ്പോടെ പോകാനായി തിരിഞ്ഞു. അമ്മേ, പോകല്ലേ, ഞാൻ പറയാം, മീര പേടിയോടെ പറഞ്ഞു. എന്നാ പറ, അമ്മ മീരയ്ക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. പറയാതിരുന്നാൽ ചിലപ്പോൾ അമ്മ വടിയെടുക്കും. അമ്മയുടെ ദേഷ്യം കണ്ടപ്പോൾ മീര ഭയന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യം കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സന്തോഷത്തോടെ, അതിലധികം കരുതലോടെ ആ അമ്മമാർ മീരയെ ചേർത്ത് പിടിച്ചു. മമ്മി സ്നേഹത്തോടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. മീര അവരോട് കാര്യം പറഞ്ഞപ്പോഴേക്കും കിച്ചു ആ നാട് മുഴുവനും വീട്ടിലെത്തിച്ചിരുന്നു.
മീരയുടെ മരണവാർത്ത അറിഞ്ഞ് കാണാൻ വന്നവരായിരുന്നു അവരെല്ലാം. എന്തായാലും രണ്ടമ്മമാരും ചേർന്ന് അവരെ പെട്ടെന്ന് തന്നെ പുറത്താക്കി. മീരയെ ഏറെ വേദനിപ്പിച്ച കാര്യം താൻ മരിക്കാൻ പോകുന്നതറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് എന്ന സത്യം മാത്രമായിരുന്നു. ആകെ സങ്കടമുള്ളത് കിച്ചുവിന് മാത്രം. അതായത് മീരയെ സ്നേഹിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. വേദനകൾക്ക് നടുവിലും ഒരു കൊച്ചു സന്തോഷം. അമ്മമാർ പെട്ടെന്ന് തന്നെ ചാച്ചനെ വിവരമറിയിച്ചു. ചാച്ചനും കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നുകൊണ്ട് പുറത്തേക്കോടി. അതുകൂടിയായപ്പോൾ മീരയ്ക്ക് സങ്കടം സഹിക്കാനാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കാർക്കും സങ്കടമൊന്നുമില്ലേ ഞാൻ മരിക്കാൻ പോകുന്നതിൽ? കരഞ്ഞുകൊണ്ട് മീര ആ ചോദ്യം ചോദിച്ചപ്പോൾ അമ്മമാർ പൊട്ടിച്ചിരിച്ചു. എൻ്റെ മോളെ, ഇത് മരിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമൊന്നുമല്ല കേട്ടോ. മോള് വലിയ കുട്ടിയായെന്ന് ശരീരം പറഞ്ഞു തന്നതാ. എല്ലാ പെൺകുട്ടികൾക്കും ഇതുള്ളതാ. കുറേ കാലം കഴിയുമ്പോൾ മോളുടെയും വിവാഹം കഴിയും. അപ്പോൾ മമ്മിമാരെ പോലെ മോൾക്കും കുഞ്ഞുവാവയുണ്ടാകാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായേ പറ്റൂ. ഇത് വന്നില്ലെങ്കിലാ കുഴപ്പം. മീരയുടെ ആകുലതകളെല്ലാം മാറ്റാനായി എന്താണ് മെൻസസ് എന്നും അതിൻ്റെ പ്രാധാന്യവും എല്ലാം അമ്മമാർ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളെല്ലാം മീര ആദ്യമായി കേൾക്കുകയായിരുന്നു. മരിക്കില്ല എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു മീരയ്ക്ക് ആശ്വാസം കൊടുത്തത്. കാരണം ഇനിയും അവനോടൊപ്പം ജീവിക്കാം. മീര ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടി അവനെ കെട്ടിപ്പിടിച്ചു. മമ്മി, എനിക്കും മരിക്കണം. ഇവളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. എങ്ങനെയാ മരിക്കുന്നത്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അവൻ മമ്മിയോട് ചോദിച്ചു. മീര കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ കരുതിയത് മീര യാത്ര പറഞ്ഞു പോകുകയാണെന്നാണ്. എടാ പൊട്ട, ഇവൾ മരിക്കത്തൊന്നുമില്ല. ഇത് ഈ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാ. മമ്മി അവൻ്റെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ടെന്താ എനിക്കില്ലാത്തത്? ഞങ്ങൾ ഒരേ പ്രായമല്ലേ? അവൻ നിഷ്കളങ്കമായി ചോദിച്ചു. എൻ്റെ ഈശോയെ, ഈ ചെറുക്കൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ മോനെ, നീ ആണല്ലേ, ഇത് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, മമ്മി പറഞ്ഞു. അതേ, പിന്നൊരു കാര്യം, പഴയതുപോലെ രണ്ടും കൂടി ഇനി ആരും കാണാതെ കറങ്ങി നടക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിക്കൊള്ളണം. ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള കിടപ്പും വേണ്ട, കേട്ടല്ലോ പറഞ്ഞേ, മമ്മി അവർ രണ്ടുപേരോടുമായി പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം മാറി രണ്ടുപേരും വല്ലാത്ത സങ്കടത്തിലായി. അതൊന്നും പറ്റില്ല, ഞാൻ ഇവളുടെ കൂടെ തന്നെ കിടക്കും. അതിന് പറ്റില്ലെങ്കിൽ ഇവൾ മരിച്ചോട്ടെ, ഞാനും മരിച്ചു പൊയ്ക്കോളാം, കിച്ചു വാശിയോടെ പറഞ്ഞു. എൻ്റെ മേരിപ്പെണ്ണെ, ഇതുങ്ങളോട് എങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കും? ഈ ചെക്കനാണെങ്കിൽ പെണ്ണിൻ്റെ കൂടെയേ കിടക്കുകയുള്ളൂ. ഇതിപ്പോൾ നീ തന്നെ പറഞ്ഞു കൊടുക്ക്, എനിക്ക് വയ്യ. മമ്മി അമ്മയുടെ തലയിൽ കാര്യങ്ങൾ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കുറച്ചു നേരം അമ്മ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം അവർ പതുക്കെ പറയാൻ തുടങ്ങി. മനുഷ്യ ശരീരങ്ങളെപ്പറ്റിയും അതിൽ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയുമൊക്കെ അമ്മ വിശദമായി തന്നെ പറഞ്ഞു. ഇത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രവർത്തനം മാത്രമാണെന്നും അതിൽ ഭയപ്പെടാനൊന്നുമില്ലെന്നും അമ്മ പറഞ്ഞു കൊടുത്തു. കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഒന്നും പൂർണ്ണമായും അവർക്ക് മനസ്സിലായില്ല. മീരയ്ക്ക് സഹോദരിമാരോ അവനോ സഹോദരിമാരോ ഒന്നുമില്ലാത്തത് കൊണ്ട് അവർക്ക് ആ കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. മോനെ കിച്ചു, ആർത്തവ സമയങ്ങളിൽ പെൺകുട്ടികളെ വളരെ കരുതലോടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കണം. അതിനെ ഒരു മോശം കാര്യമായി കാണരുത്. തികച്ചും ബഹുമാനം അർഹിക്കുന്ന കാര്യമാണത്. ചിലപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലായിരിക്കും. അതൊക്കെ മനസ്സിലാക്കി വേണം പെരുമാറാൻ, അമ്മ കിച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും എന്തൊക്കെയോ വലിയ കെട്ടുകളുമായി ചാച്ചന്മാരെത്തി. അത് നോക്കാനായി കിച്ചു പുറത്തേക്ക് പോയ സമയത്ത് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം അമ്മ വിശദമായി മീരയ്ക്ക് പറഞ്ഞു കൊടുത്തു. കാലം ഒരുപാട് പുറകിലല്ലേ. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ പുരോഗമനമൊന്നും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ 10% കുട്ടികളും വളരെ നിഷ്കളങ്കരായിരുന്നു. അവർക്ക് ലൈംഗികത, പോണോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സിസ്റ്ററെ, എല്ലാ ക്ലാസ്സുകൾക്കും ഒടുവിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായി. അത് പറഞ്ഞുകൊണ്ട് മീരയൊന്ന് പുഞ്ചിരിച്ചു. എന്ത്? ഇനി അങ്ങോട്ട് ഒരുമിച്ച് കിടക്കാൻ പാടില്ല, ഉമ്മ വയ്ക്കാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും. ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടപ്പോൾ സിസ്റ്റർ നിയന്ത്രണമില്ലാതെ പൊട്ടിച്ചിരിച്ചു. അത് ശരിയാ മീര, ഞാനൊക്കെ വളർന്നു വന്ന കാലം ഇതിലും ഭയാനകമായിരുന്നു. മെൻസസ് എന്ന വാക്ക് തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറയാനാകാത്ത കാലം. പല ഹൈന്ദവ കുടുംബങ്ങളിലും ആ ദിവസങ്ങളിൽ പ്രത്യേക മുറികളിൽ തങ്ങേണ്ടതായിട്ട് വരുന്നു. ആർത്തവ രക്തം ഏറ്റവും അശുദ്ധമായിട്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം കണ്ടിരുന്നത്.
നമ്മൾ ഈ പറയുന്നതൊക്കെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കേട്ടാൽ ചിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് ഇതുപോലെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ മാതാപിതാക്കൾ തയ്യാറാകാറുണ്ടായിരുന്നില്ല. എന്തായാലും അക്കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ടായല്ലോ, സിസ്റ്റർ ചിരി നിർത്തി പറഞ്ഞു. തൻ്റെ ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി സിസ്റ്ററിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പിന്നീട് കിച്ചുവിൻ്റെയും മീരയുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ സിസ്റ്ററിൽ വല്ലാതെ വർദ്ധിച്ചു. മീരയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവർ അവളുടെ വാക്കുകൾക്കായി കാതോർത്തു. പതുക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയായിരുന്നു. ഒരേ മുറിയിൽ ഒരുമിച്ച് കിടന്നിരുന്ന ഞങ്ങൾക്ക് വീട്ടുകാർ പ്രഖ്യാപിച്ച അകൽച്ച വലിയ വേദന തന്നെയാണ് സമ്മാനിച്ചത്. എങ്കിലും അതൊക്കെ താൽക്കാലികം മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്നും ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ലെന്നും ഞങ്ങൾ സ്വപ്നം കണ്ടു. ഒരുമിച്ച് ഉറങ്ങാനായില്ലെങ്കിലും ഒരുമിച്ച് സ്വപ്നങ്ങൾ പങ്കിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ഒരുമിച്ച് കിടക്കാനായി വാശി പിടിച്ചുവെങ്കിലും പരിശുദ്ധമായ അറിവുകൾ ഞങ്ങളെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അടക്കത്തോടെ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്തു. പരസ്പര ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നല്ലൊരു സൗഹൃദത്തോടെ ഞങ്ങളുടെ പ്രണയം മുന്നോട്ട് പോയി. ഇന്നത്തെ കാലഘട്ടത്തിന് വിശ്വസിക്കാനാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും തികച്ചും ആഴമാർന്ന പ്രണയമായിരുന്നു ഞങ്ങളുടേത്. അവൻ്റെ നീലക്കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഒരു കാമുകിയുടെ ഭാവമായിരുന്നു. ആ പ്രണയക്കടലിൽ സ്വയം അറിയാതെ മുങ്ങി നിവരുമ്പോൾ ഞാൻ ഈ ലോകത്തു നിന്നും എവിടേക്കോ പറന്നുയരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അവൻ്റെ നീളമേറിയ തലമുടികളെ തഴുകിത്തലോടുമ്പോൾ ഒരമ്മയുടെ വാത്സല്യം എന്നിൽ നിറയും. അറിഞ്ഞും അറിയാതെയും എന്നെ തഴുകിത്തലോടി കടന്നു പോകുന്ന അവൻ്റെ വിരലുകൾ എന്നിൽ ഉണർത്തുന്ന വികാരത്തെ പലപ്പോഴും പൂർണ്ണമായും തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ നട്ടുവളർത്തിയ ഞങ്ങളുടെ മാവുകളെ പോലെയായിരുന്നു ഞങ്ങൾ. പരസ്പരം പിരിയാനാകാതെ ആത്മാവുമായി പരസ്പരം ഇഴചേർന്ന് ലോകമറിയാതെ ഞങ്ങൾ പ്രണയിച്ചു. പക്ഷെ ഞങ്ങളുടെ ഇഷ്ടത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നത് ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അവർ തന്നെയായിരുന്നു. കിച്ചു, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ? ഒരിക്കൽ ഒരു ധ്യാനം കൂടി വന്നപ്പോൾ മീര ആ ചോദ്യം അവനോട് ചോദിച്ചു. നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? ദൈവം സ്നേഹം തന്നെയല്ലേ? ആ ദൈവസ്നേഹത്തെ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയോടുകൂടി നമ്മൾ നമ്മളിലേക്ക് ഏറ്റെടുക്കുന്നു. അവിടെ അശുദ്ധി കാണേണ്ട കാര്യമുണ്ടോ? അവൻ്റെ പക്വതയാർന്ന മറുപടിയിൽ ഞാൻ ഹൃദയം നിറഞ്ഞു സന്തോഷിച്ചു. കൗമാര കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഏറെ സമയം ചെലവഴിച്ചിരുന്നത് ഞങ്ങളുടെ മാവിനോട് ചേർന്ന് പടർന്നു പന്തലിച്ച് പൂത്തുനിന്ന ചെമ്പക മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ആ ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ പാറയും ഉണ്ടായിരുന്നു. ചെമ്പകപ്പൂക്കൾ മെത്ത വിരിച്ച ആ പാറയിൽ മണിക്കൂറുകളോളം ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കും. ആ മരത്തിൽ ചാരി കാല് നീട്ടിയിരിക്കുന്ന എൻ്റെ മടിയിൽ അവനുണ്ടാകും. എൻ്റെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ തഴുകുന്നുണ്ടാകും. മനസ്സിനോട് സംസാരിക്കുന്ന അസുലഭമായ നിമിഷങ്ങൾ. പിന്നെയും 1 വർഷം കൂടി കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ജീവിതത്തിലെ സുന്ദരമായ അടുത്ത കാലത്തിലേക്ക് ഞങ്ങൾ കടന്നു. പ്രീ ഡിഗ്രി കാലഘട്ടം. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കൊക്കെ വാങ്ങി പാസ്സായ ഞങ്ങൾ വീട്ടിൽ നിന്നും അധിക ദൂരമൊന്നുമില്ലാത്ത MES കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കാനായി ചേർന്നു. ചെറുപ്പം മുതൽ ഒരു നേഴ്സ് ആകണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ വളർന്നിരുന്നതുകൊണ്ട് ഞാൻ സയൻസ് ഗ്രൂപ്പാണ് എടുത്തത്. അവൻ മാത്സ് ഗ്രൂപ്പും. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ വേർപിരിയലിൻ്റെ തുടക്കം. 10ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു വേർപാടായിരുന്നു. എങ്കിലും രാവിലെയും വൈകിട്ടും കോളേജിലേക്കുള്ള യാത്രകളിൽ ഞങ്ങൾ ഒരുമിച്ചു. ഫസ്റ്റ് ഇയറിൻ്റെ ആദ്യ നാളുകളിലാണ് ഞാൻ അയാളെ ആദ്യമായി കാണുന്നത്. ആൽബർട്ട് എന്ന ആൽബി. അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും കിച്ചു തന്നെയാണ്, അവൻ്റെ ക്ലാസ്മേറ്റ്. ഞങ്ങൾ കോളേജിൽ ചേർന്ന് അധികം വൈകാതെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാ കുട്ടികളും മനസ്സിലാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള പ്രണയാഭ്യർത്ഥനകളും ഞങ്ങളെ തേടിയെത്തിയില്ല. ആൽബി എൻ്റെ കിച്ചുവിനോട് ഒരു ഉത്തമ സ്നേഹിതൻ്റെ റോൾ അഭിനയിച്ച് തകർക്കുകയായിരുന്നു. ഞങ്ങൾക്കിടയിലേക്ക് അവൻ ഇടിച്ചു കയറി വരാൻ തുടങ്ങി. ആദ്യമൊക്കെ അയാൾ മാന്യമായി സംസാരിച്ചിരുന്നു. പതുക്കെ അയാളുടെ സംസാരത്തെ ഞാൻ വെറുത്തു തുടങ്ങി. അറിയാത്തതുപോലെ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന അവൻ്റെ മനസ്സിലെ ചെകുത്താനെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അവൻ്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. ഒടുവിൽ എല്ലാം കിച്ചുവിനോട് തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. ആൽബി ഇല്ലാതിരുന്ന ഒരു വൈകുന്നേരം ഞാൻ എല്ലാ കാര്യങ്ങളും കിച്ചുവിനോട് തുറന്നു പറഞ്ഞു. എടി പൊട്ടിപ്പെണ്ണേ, ആൽബി അവൻ അങ്ങനെയാ. വളരെ സോഷ്യലായി ഇടപെടുന്നത് കൊണ്ട് നിനക്ക് തോന്നുന്നതാ നിന്റെ ഒരു കാര്യം. കിച്ചു പൊട്ടിച്ചിരിച്ചു.
അവൻ എല്ലാവരോടും എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ എന്നോട് വേണ്ട. ഞാൻ കിച്ചുവിനുള്ളതാണ്, കിച്ചുവിന് മാത്രം. എൻ്റെ ശരീരത്തിൽ മറ്റൊരാൾ തൊടുന്നത് പോലും എനിക്ക് സഹിക്കാനാകുന്നില്ല. പ്ലീസ് കിച്ചു, അയാളോടൊന്ന് സംസാരിക്ക്, മീര വേദനയോടെ പറഞ്ഞു. സാരമില്ല, നീ വിഷമിക്കേണ്ട, ഞാൻ നാളെ തന്നെ അവനോട് സംസാരിച്ചോളാം. അവനൊരു തമാശക്കാരനാ, വെറുതെ തമാശയ്ക്ക് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ പെണ്ണാണെന്ന് ഇവിടെ ആർക്കാ അറിയാത്തത്? ജീവിതവും മരണവും നമ്മൾ ഒരുമിച്ചായിരിക്കും. ആരുമറിയാത്ത ഒരിടവഴിയിൽ മീരയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കിച്ചു പറഞ്ഞു. പിറ്റേന്ന് വലിയൊരു ശബ്ദം കേട്ടാണ് മീര കോളേജ് ക്യാൻറ്റീനിലേക്ക് ചെന്നത്. അവിടെ കിച്ചുവും ആൽബിയും തമ്മിൽ വല്ലാത്ത വഴക്ക് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും ഓടിയെത്തിയ അധ്യാപകർ അവരെ പിടിച്ചു മാറ്റി. ഭാഗ്യത്തിന് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. എടാ, എന്താ ഉണ്ടായേ? എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടെ? മീരയുടെ ചോദ്യത്തിന് ആദ്യമൊന്നും കിച്ചു മറുപടി പറഞ്ഞില്ല. ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അവൻ മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഡി, അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് നിന്നോട് പറയാനാകില്ല. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മമെടുത്താലും നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഈ കിച്ചുവിൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ആൽബി, അവനൊരു ചതിയനാ. ഞാനില്ലാത്ത സമയത്ത് നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അബദ്ധത്തിൽ പോലും അവൻ്റെ മുൻപിൽ പോയി പെടാൻ ഇടയാകരുത്. കിച്ചു മീരയെ ചേർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ആൽബി പറഞ്ഞ വാക്കുകളെ അറിയണമെന്ന് അവൾക്ക് തോന്നിയില്ല. പിന്നീട് പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് ആൽബിയെ കണ്ടു. അവൻ്റെ വൃത്തികെട്ട നോട്ടത്തെ കണ്ടില്ലെന്ന് നടിച്ച് മീര മുന്നോട്ട് പോയി. പിന്നീട് കോളേജ് കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അവൻ അവരോട് സംസാരിക്കാൻ ചെന്നിട്ടില്ല. അവരും അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആ കോളേജും കൂട്ടുകാരും എല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടങ്ങളായിരുന്നു. അവിടെ വെച്ച് മീര എന്ന പേര് മീര പോലും മറന്നുപോയി. എല്ലാവർക്കും ഇടയിൽ അവൾ കിച്ചുവിൻ്റെ പെണ്ണായിരുന്നു. അപ്പോഴേക്കും മീരയുടെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനത്തിലും മീര അവനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിരുന്നു. മീരയുടെ മാത്രം കിച്ചു. അതിമനോഹരമായ 2 വർഷക്കാലങ്ങൾ. പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും ഒരിക്കലും വിട്ടുപിരിയാത്തതുപോലെ പ്രണയിക്കാനും ഈശ്വരൻ അവർക്ക് കൊടുത്ത വർഷങ്ങൾ. എല്ലാവരും അസൂയയോടെ നോക്കുന്ന അതിമനോഹരമായ പ്രണയകാലം. ജീവിതം ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ്. അതിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. എല്ലാത്തിനെയും അതിജീവിക്കാൻ മനുഷ്യൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലമായിരുന്നു കഴിഞ്ഞു പോയത്. പിന്നീട് അങ്ങോട്ട് അവരെ കാത്തിരിക്കുന്നത് ഒരു വലിയ പീഡാനുഭവമാണെന്നറിയാതെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.